പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു എ സി വാങ്ങിക്കുമ്പോൾ, പുതിയൊരു എ സി വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ എ സിയുടെ ഇൻസ്റ്റാളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള എ സി വാങ്ങിച്ചാലും ഇൻസ്റ്റാളിങ് കൃത്യമായില്ലെങ്കിൽ ആ എ സി ഉപയോഗിക്കുന്ന കാലഘട്ടം മുഴുവൻ നമുക്കൊരു ബാധ്യതയായിട്ട് മാറുന്നതാണ്. ഒരുപാട് കാലം നമ്മൾ ഒരുപാട് പൈസ അതിന് ചിലവാക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എ സി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഒരു എ സി വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതിനകത്ത് ഒന്ന് എന്ന് പറയുന്നത് റൂം സൈസ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ റൂം സൈസ് അറിയാമല്ലോ, നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഒരു 80 മുതൽ 125, 130 സ്ക്വയർ ഫീറ്റ് വരെ 1 ടണ്ണിൻ്റെ എ സി ഉപയോഗിക്കുക. അതേപോലെ തന്നെ 130 മുതൽ 175, 180 വരെയൊക്കെ 1.5 ടണ്ണും, അതിന് മുകളിലോട്ടൊരു 240 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ 2 ടണ്ണിൻ്റെ എ സി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഈ സ്ക്വയർ ഫീറ്റിൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ റൂഫിന് എത്ര പൊക്കമുണ്ടെന്ന് നോക്കണം, അതേപോലെ തന്നെ ഔട്ട്ഡോറിൻ്റെ അടുത്ത് വെയിലടിക്കുന്നുണ്ടോ എന്ന് നോക്കണം, അതേപോലെ നമ്മുടെ റൂഫ് ഏത് മെറ്റീരിയലാണ് എന്നൊക്കെ നോക്കണമെന്നൊക്കെ ഉള്ള ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് 200 സ്ക്വയർ ഫീറ്റ് റൂമിലേക്കൊന്നും അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി ഈ ഒരു അളവ് വെച്ച്, സ്ക്വയർ ഫീറ്റിൻ്റെ അളവ് വെച്ച് തന്നെ എ സി വാങ്ങിച്ച് വെച്ചാൽ മതി. നമ്മളെ കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരു പരിപാടിയാണ്. നമ്മളൊരിക്കലും ആ കാര്യത്തിനൊന്നും കൺഫ്യൂഷൻ ആക്കണ്ട. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മളൊരു വളരെ വലിയ ഹാളിലേക്കാണ് എ സി വെക്കുന്നത്. അതായത് ഒരു ആഡിറ്റോറിയത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തിയേറ്ററിലേക്ക്, അതല്ലെങ്കിൽ ഒരു മോസ്കിലേക്കൊക്കെയാണ് നമ്മൾ എ സി വെക്കുന്നത് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, റൂമിൻ്റെ ഹൈറ്റ്, മിക്കവാറും ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കെല്ലാം നോർമൽ ഹൈറ്റിനേക്കാൾ വളരെ ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഹൈറ്റും അതുപോലെ തന്നെ റൂഫ് ചില സ്ഥലത്തിനൊക്കെ ഷീറ്റായിരിക്കും ഇട്ടേക്കുന്നത്. അപ്പം റൂഫിൻ്റെ ഹൈറ്റും ഇത്തരം കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് എ സി വെക്കുന്നത്. നമ്മുടെ ബെഡ്റൂമിലേക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഈ പറഞ്ഞ അളവിനുള്ള എ സി വെച്ചാൽ മതിയായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാറൻറ്റി തരുന്നതായിരിക്കണം. അതേപോലെ നല്ല സർവീസ് ഉള്ളതായിരിക്കും. സർവീസ് സെൻറ്ററുകൾ എല്ലായിടത്തും ഉള്ളതായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിനൊത്ത വിലയ്ക്കുള്ളതുമായിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു ഹോം അപ്ലയൻസുകളിലെ സെയിൽസ്മാൻമാർ പറയുന്ന ബ്രാൻഡ് എടുക്കാൻ വേണ്ടി പോകരുത്. നമ്മളൊരു കടയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഏത് ബ്രാൻഡ് വേണം എന്ന് ഉറപ്പിച്ചതിന് ശേഷം കടയിൽ പോയിട്ട് ആ ബ്രാൻഡിൻ്റെ എ സി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എ സികളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് കാണാവുന്നതാണ്. നമ്മൾ അടുത്തതായിട്ട് പരിഗണിക്കേണ്ട ഒരു കാര്യം സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവമാണ്. സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ സിയുടെ എനർജി എഫിഷ്യൻസി കണക്കാക്കുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് 5 സ്റ്റാർ എ സിയും 3 സ്റ്റാർ എ സിയും 2 വ്യത്യസ്ത ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും എന്നുള്ളതാണ്. ഈ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനർജി എഫിഷ്യൻസി മാത്രമാണ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് പൂർണ്ണമായിട്ടും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എ സി വേണം എന്ന് ഉറപ്പുള്ളവർക്ക് 5 സ്റ്റാറിൻ്റെ എ സി തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എ സിയാണ് നോക്കുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ സമയം എ സി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചൂട് സമയത്ത് മാത്രം 3-4 മണിക്കൂറോ അല്ലെങ്കിൽ 28-ലോ 26-ലോ ഒക്കെ ഇട്ട് കുറച്ച് സമയം, അല്ലെങ്കിൽ നൈറ്റ് 5-6 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കുന്നു, നമ്മൾ കൺട്രോൾഡ് യൂസാണ് എങ്കിൽ നമുക്ക് 3 സ്റ്റാറിൻ്റെ എ സി എടുത്താലും മതിയാവും. 3 സ്റ്റാർ ആണെങ്കിലും 5 സ്റ്റാർ ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റിക്കകത്ത് വ്യത്യാസം വരുന്നില്ല. പിന്നെ ചില കമ്പനിയുടെയൊക്കെ 5 സ്റ്റാറിന് ബിൽഡ് ക്വാളിറ്റി വളരെ കുറവായിട്ടും കാണുന്നുണ്ട്. കാരണം ഈ കൂളിംഗ് എനർജി എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടിയിട്ട് അവർ ചില പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പം അവർ കൂളിംഗ് കോയിലിൻ്റെയും കണ്ടൻസറിൻ്റെയൊക്കെ കനം കുറച്ചതായിട്ട് ചില ബ്രാൻഡുകൾക്ക്, കനം കുറവുള്ളതായിട്ട് ചില ബ്രാൻഡുകൾക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാളിറ്റിക്കകത്തുള്ള വ്യത്യാസം നോക്കണ്ട, എനർജി എഫിഷ്യൻസി മാത്രമാണ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത്. നോർമൽ സാധാരണക്കാർക്കൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 സ്റ്റാറിൻ്റെ എ സി മതിയായിരിക്കും. പക്ഷേ നമുക്ക് എനർജി കൺസപ്ഷൻ വളരെ കുറവുള്ള എ സി വേണം, നമുക്ക് പൈസ പ്രശ്നമല്ല എങ്കിൽ 5 സ്റ്റാറിൻ്റെ എ സി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിലും ഒരു 3-4 വർഷം ഉപയോഗിച്ചാൽ മാത്രമേ ഈ 5 സ്റ്റാറും 3 സ്റ്റാറും തമ്മിലുള്ള വ്യത്യാസത്തിനുള്ള എമൗണ്ട് നമുക്ക് മുതലാക്കി എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് ഏത് തരം എ സി വേണമെന്നുള്ളതാണ്.
ഇൻവെർട്ടർ നോൺ ഇൻവെർട്ടർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇൻവെർട്ടർ എ സി മാത്രമാണ് എല്ലായിടത്തും കൂടുതൽ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായത് ഇൻവെർട്ടർ എ സികൾ തന്നെയാണ്. പിന്നെ ഇൻവെർട്ടർ എ സികൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം വാറൻറ്റി ഉള്ള എ സി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മിക്ക എ സികൾക്കും ഇപ്പോൾ 5 ഇയർ ഫുൾ വാറൻറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ 5 ഇയർ ഫുൾ വാറൻറ്റി ഉള്ള എ സി തന്നെ നോക്കി വാങ്ങിക്കുക. കാര്യം ചില ബ്രാൻഡുകൾ, അതായത് നമ്മൾ ഏറ്റവും വില കൊടുത്ത് വാങ്ങുന്ന ചില ബ്രാൻഡുകൾക്ക്, അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയമായിട്ടുള്ള ചില ബ്രാൻഡുകൾക്ക് 1 ഇയർ മാത്രമേ വാറൻറ്റി കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കുക. ചിലപ്പോൾ കടക്കാർ പറയുന്നത് മാത്രം നോക്കാതെ അതിൻ്റെ വാറൻറ്റി പേപ്പറും കൂടി, വാറൻറ്റി കാര്യങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിച്ചതിന് ശേഷം 5 ഇയർ വാറൻറ്റി ഉള്ള എ സികൾ തന്നെ വാങ്ങിച്ചുപയോഗിക്കുക. നമുക്ക് ഇൻവെർട്ടർ എ സികളെന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളോടുകൂടി വരുന്ന PCB ബോർഡുകളാണ് വരുന്നത്. ഒരു പക്ഷേ അവയുടെ ബോർഡുകൾ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മാക്സിമം വാറൻറ്റി ഉള്ള എ സിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് എങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് കൂടുതൽ കാലം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇൻവെർട്ടർ എ സികളൊക്കെ ആണെങ്കിൽ നമ്മൾ എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ മാക്സിമം ആ സ്വിച്ച് ഓഫാക്കി ഇട്ടേക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു എ സി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എ സി വാങ്ങിച്ച് കഴിഞ്ഞാൽ എ സി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ടെക്നീഷ്യൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുറിയിൽ പവർ പ്ലഗ് സെറ്റ് ചെയ്തിട്ടിരിക്കുക. അതേപോലെ ഒരു 3 പിൻ ടോപ്പും വാങ്ങിച്ച് വെച്ചിരിക്കുക. ഇന്നിറങ്ങുന്ന ഒരു എ സിക്കും 3 പിൻ ടോപ്പ് അതിൻ്റെ കൂടെ വരുന്നില്ല. 16 ആംപിയറിൻ്റെ ഒരു 3 പിൻ ടോപ്പ് നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുക. അതേപോലെ തന്നെ ഈ എ സി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ടെക്നീഷ്യൻ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു എ സി വാക്വം ചെയ്തിട്ട് ആണല്ലോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് ചോദിക്കണം. ഇപ്പോൾ നിങ്ങൾ വാക്വം ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ വാക്വം ചെയ്യണമെന്ന് നമ്മൾ പറയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്നത് 32 ഗ്യാസ് വരുന്ന എ സികളാണ്, എയർ കണ്ടീഷണറുകളാണ്. ഇപ്പോൾ അത്തരം എ സികൾ നിർബന്ധമായിട്ട് നമ്മൾ വാക്വം ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ വാക്വം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിനകത്തുള്ള, അല്ലെങ്കിൽ ഈ കോപ്പർ പൈപ്പ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കോപ്പർ പൈപ്പിനകത്തും ഇൻഡോർ യൂണിറ്റിനകത്തുമുള്ള എയർ, ഈർപ്പം മുതലായിട്ടുള്ള സാധനങ്ങളെ വലിച്ച് പുറത്ത് കളയുന്ന ഒരു സിസ്റ്റമാണ്, വലിച്ച് പുറത്ത് കളയുന്ന ഒരു പരിപാടിയാണ് വാക്വം എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണൽ ഒരു വാക്വം പമ്പിൻ്റെ സഹായത്തോടു കൂടി കുറച്ച് നേരം, അരമണിക്കൂറൊക്കെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. അരമണിക്കൂറോ കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും വാക്വം ചെയ്യിപ്പിക്കുക. അപ്പം ഈ വാക്വം പമ്പില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കംപ്രസറായിരിക്കും കൊണ്ടുവരുന്നത്. അത് സാരമില്ല, ആ കംപ്രസർ കൊണ്ടാണെങ്കിലും ഒരു അരമണിക്കൂർ വാക്വം നിർബന്ധമായിട്ട് നമുക്ക് എ സിക്കകത്ത് പുതിയ എ സി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വാക്വം ചെയ്യിപ്പിക്കുക. അപ്പം നമ്മൾ വിളിക്കുമ്പം തന്നെ വാക്വം ചെയ്യണം, വാക്വം പമ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ അന്നേരം ആ വാക്വം പമ്പ് കൊണ്ടുവരും. വന്നു കഴിഞ്ഞാലും ഒന്ന് ഉണർത്തണം, വാക്വം പമ്പ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ നമുക്ക് വാക്വം പമ്പ് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ എന്തായാലും വാക്വം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം വാക്വം ചെയ്തില്ലെങ്കിൽ നമ്മുടെ എ സിയുടെ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% എന്തായാലും കുറയും. ഒരുപക്ഷെ നമുക്കറിയാൻ കഴിയില്ല, പക്ഷേ വാക്വം ചെയ്താൽ ഒരു 10% കൂടെ എക്സ്ട്രാ കൂളിംഗ് നമുക്ക് എ സിക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എ സി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻഡോർ യൂണിറ്റിന് കൃത്യമായിട്ട് റൈറ്റ് സൈഡിലോട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സ്ലോപ്പ് വേണം. ആ സ്ലോപ്പ് ഉണ്ടോ എന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ആ സ്ലോപ്പ് ഇല്ലെങ്കിൽ ഇടത്തെ സൈഡിലോട്ട് ഒരിക്കലും സ്ലോപ്പ് വരാതെ നോക്കുക. ഇടത്തെ സൈഡിലോട്ട് സ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്നും കുഴപ്പമില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൂമിനകത്തേക്ക് വെള്ളം വീണ് തുടങ്ങും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് എ സിക്ക് സ്ലോപ്പ് വരണം. അതായത് പൈപ്പും വെള്ളത്തിൻ്റെ, നമ്മുടെ കോപ്പർ പൈപ്പും വെള്ളത്തിൻ്റെ ഓസ് വെക്കാൻ നോർമലി പോകുന്നത് വലതുവശത്തു കൂടിയാണ്. അപ്പോൾ ആ വലതുവശത്തു കൂടി പോകുമ്പോൾ എ സിക്ക് സ്വാഭാവികമായിട്ടും ഒരു 5 ഡിഗ്രി റൈറ്റിലോട്ട് സ്ലോപ്പ് വരേണ്ടതാണ്. അല്ലെങ്കിൽ വളരെ കൃത്യം നേരെ തന്നെയായിരിക്കണം എ സി ഫിറ്റ് ചെയ്യേണ്ടത്. നേരെ വെച്ചാലും കുഴപ്പമില്ല, റൈറ്റിലോട്ട് സ്ലോപ്പ് ചെറുതായിട്ട് വന്നാലും കുഴപ്പമില്ല, പക്ഷേ ഒരു കാരണവശാലും ലെഫ്റ്റിലോട്ട് സ്ലോപ്പ് വരരുത്. അത് നമ്മൾ ശ്രദ്ധിച്ചേക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റൊക്കെ സ്റ്റാൻഡിനകത്താണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നട്ട് ബോൾട്ടുകളൊക്കെ വളരെ കൃത്യമായിട്ട് മുറുക്കുവാൻ വേണ്ടി, അതിൻ്റെ ലെഗ് വെച്ചേക്കുന്ന നട്ട് ബോൾട്ടുകൾ വളരെ കൃത്യമായിട്ട് മുറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മുറുക്കിയില്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവുകയും നമ്മുടെ PCB യൂണിറ്റിനും ബോർഡിനും ഒക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാളിങ് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് നനയാതെ സൂക്ഷിക്കുക. ഇൻവെർട്ടർ എ സികൾക്ക് നമ്മൾ ഒരിക്കലും
ഈ ഔട്ട്ഡോർ യൂണിറ്റ് നനയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് 5 വർഷം 6 വർഷമൊക്കെ പഴക്കമുള്ള ഇൻവെർട്ടർ എ സികളുടെ കംപ്രസറുകളൊക്കെ ഇപ്പോൾ സ്ഥിരം നനഞ്ഞ് തുരുമ്പ് പിടിച്ച് ഡാമേജ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇൻവെർട്ടർ എ സിയുടെ ഔട്ട്ഡോർ നനയാതിരിക്കുക. നനയാൻ വേണ്ടി താൽക്കാലിക സെറ്റപ്പെങ്കിലും ചെയ്യുക. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു വെൽഡിങ് പണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ 2 ഷീറ്റൊക്കെ വെൽഡ് ചെയ്ത് വെപ്പിക്കുക. കാരണം നമുക്ക് ഇൻവെർട്ടർ എ സിയുടെ കംപ്രസറിന് ബോഡി തിക്നെസ് കുറവാണ്. ചെറുതായിട്ടൊന്ന് തുരുമ്പ് പിടിച്ചാൽ തന്നെ ഈ ബോഡി പൊട്ടി ഗ്യാസ് എല്ലാം പുറത്തു പോകുന്നു. കംപ്രസർ മാറി വെക്കേണ്ടി വരുന്നു. ഇപ്പോൾ 10 വർഷം കംപ്രസറിന് വാറൻറ്റി ഉണ്ട് എങ്കിൽ തന്നെയും നമ്മൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഹോം അപ്ലയൻസുകളെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം വീഡിയോകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇത്രയും വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.